SSLC +2 തുടങ്ങിയ പബ്ലിക് എക്സാമുകൾ നമ്മുടെ വിദ്യാർത്ഥിനികൾ മക്കളൊക്കെ അറ്റൻഡ് ചെയ്യാനിരിക്കുകയാണ്. അവർക്ക് അവർ എഴുതുന്ന എക്സാമുകളിൽ ഉന്നത വിജയം ലഭിക്കാനും അവരുടെ ജീവിതത്തിൽ എക്കാലത്തും ഉപകാരപ്പെടുന്ന അത്ഭുതകരമായ ചില ഇസ്മുകളും അവരുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ചാൽ അള്ളാഹുവിൽ നിന്ന് പ്രത്യേകമായിട്ടുള്ളൊരു സഹായം ലഭിക്കുകയും ചെയ്യാൻ കാരണമാകുന്ന ചില സൂറത്തുകളും ചില സ്വലാത്തുകളൊക്കെയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലാവുന്നതാണ്. മക്കൾക്ക് വേണ്ടിയിട്ട് നമുക്കും ചൊല്ലാവുന്നതാണ്. അവരോട് സ്വന്തമായിട്ട് ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കാൻ പറയാവുന്നതുമാണ്. ഇത്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളുടെ എക്സാം ഉൾപ്പെടെയുള്ള അവരുടെ കരിയറിൽ, അവരുടെ പരീക്ഷകളിൽ അവർക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഫഹ്മും അഖ്ലൊക്കെ ഉണ്ടാവാൻ, പഠിച്ചതൊക്കെ എപ്പോഴും ഓർമ്മയിൽ വരാൻ കാരണമാകുന്ന ചില അമലുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. എന്തുകൊണ്ടും ഈ സമയത്ത് നമ്മളിത് ചെയ്യുന്നതും ചൊല്ലുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നല്ല ഉപകാരപ്പെടും. പ്രത്യേകിച്ച് നമ്മൾ പരിശുദ്ധമായ റമളാൻ ഷരീഫിലാണുള്ളത്. ഈ സമയത്താണ് അവരുടെ എക്സാമുകളൊക്കെ വരുന്നതും സംഭവിക്കുന്നതൊക്കെ. നമ്മൾ ഈ ഇസ്മുകളൊക്കെ ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അതിൽ നല്ല ഫലം ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യുക. കഴിഞ്ഞ വർഷവും ഇതേ സമയത്ത്, അതിൻ്റെ മുമ്പത്തെ വർഷമൊക്കെ നമ്മൾ ഈ ഇസ്മിനെക്കുറിച്ചും ഈ സൂറത്തിനെക്കുറിച്ചും ഈ ഒരു സ്വലാത്തിനെക്കുറിച്ച് നമ്മൾ പറയുകയും പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളിൽ പലരും അത് ചെയ്തു, നല്ല ഫലം ലഭിച്ചു. അതിൻ്റെയൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് വീണ്ടും നമ്മളിത് പറയുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. റമളാനിൽ അതില്ല. റമളാൻ കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പെരുന്നാളിൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ നോമ്പ് തുറയിലേക്ക് ഒരുപാട് മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ ഒരു 50 പേരുടെ 30 പേരുടെ 20 പേരുടെയൊക്കെ നോമ്പ് തുറ ഏറ്റെടുത്താൽ അത് വലിയ ഉപകാരമാകുമെന്നുള്ളത് അറിയിക്കുകയാണ്. അള്ളാഹു നമുക്ക് വലിയ ഖൈറും സന്തോഷവും ബറക്കത്തൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പറയുന്നത് വിജയത്തിൻ്റെ നിദാനമായ ചില കാര്യങ്ങളാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കണം. അതിന് പ്രതികൂലമായി ബാധിക്കുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും ഇല്ലായ്മ ചെയ്യുകയും വേണം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും യഥേഷ്ടം ഉപയോഗിക്കാൻ സാധിക്കുന്ന രൂപത്തിൽ മൊബൈൽ ഫോൺ അവർക്ക് ലഭ്യമാക്കിയാൽ നിങ്ങൾക്കതിനെക്കുറിച്ച് എത്രത്തോളം അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടുണ്ടോ എന്നറിയൂല. ഈ അടുത്ത് എന്നോടൊരു കുട്ടി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. +1 പഠിക്കുന്നൊരു കുട്ടിയാണ്. അവൻ എന്നോട് പറഞ്ഞത്, ഉസ്താദ്, ഞാൻ ഒരു ഇംഗ്ലീഷിലൊരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടുള്ളൊരു ഡിസ്കഷനല്ല പറയുന്നത്. ഞാൻ ക്യാരക്ടർ സ്കെച്ച് എന്ന് പറയും, എക്സാമിൽ വരുന്നൊരു ക്വസ്റ്റ്യനാണത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇൻസ്റ്റഗ്രാമിലെ ഒരു റീലിലേക്ക് എത്തുകയും ആ റീലിൽ നിന്ന് ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് സത്യം പറയുകയാണെങ്കിൽ 2.5 മണിക്കൂർ ഞാൻ അങ്ങനെ സ്ക്രോൾ ചെയ്ത് അവസാനം ഒരു മുഷിപ്പ് തോന്നി എടുത്തു നോക്കിയപ്പോഴാണ്, സമയം നോക്കിയപ്പോഴാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് തന്നെ ഞാൻ ഇതിലായി ഇരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അവനങ്ങനെ പറഞ്ഞപ്പോൾ അത് ഈ കാലത്ത് അങ്ങനെയാണ്. കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറും. ഞാൻ ചോദിച്ചു, പിന്നെ ക്യാരക്ടർ സ്കെച്ച് നീ അതിനുശേഷം പഠിച്ചോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞ ക്യാരക്ടർ സ്കെച്ച് എനിക്ക് അതിനുശേഷം പഠിക്കാൻ പറ്റിയില്ല, ഞാൻ ടയേർഡായി, എനിക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായില്ല, എൻ്റെ സമയം മുഴുവൻ അത് നഷ്ടപ്പെടുത്തിയെന്ന്. പക്ഷേ അവനത് പറഞ്ഞു എന്ന് മാത്രമല്ല, ഇനിയും അവൻ അത്തരം സാഹചര്യങ്ങളിൽ പെടുന്ന അവനും പറയുന്നുണ്ട്. ഇത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കാറുണ്ട് എന്നും പറയുന്നുണ്ട്. അപ്പോൾ നമ്മളതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. അഥവാ ഇത്തരം പ്രതികൂലമായ സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായും അവരെ മാറ്റണം. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇത് വളരെ സങ്കീർണമായൊരു ടൈമാണ്. ഈ സമയത്തിൽ അവർ എക്സാമിനുള്ളത് പഠിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വരേണ്ട, അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യേണ്ട, അതിനുവേണ്ടി പ്രത്യേകമായിട്ട് സമയങ്ങൾ മാറ്റിവെക്കേണ്ട പ്രധാനപ്പെട്ട സമയങ്ങളാണ്. അവർ പഠിച്ചതൊന്ന് റിവിഷൻ ചെയ്യാനും റിപ്പീറ്റഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആൻസറുകൾ വീണ്ടും അവരത് നോക്കാനും മനസ്സിലാക്കാനും അതിന് വിഘാതമായിട്ട് സംഭവിക്കുന്ന എല്ലാ സാഹചര്യങ്ങളും ഒഴിവാക്കി കൊടുക്കുക എന്നുള്ളത് പാരൻസിൻ്റെ, അവരെ മോൾഡ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ പ്രധാനപ്പെട്ട ഡ്യൂട്ടിയിൽ പെട്ടതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ചില കുട്ടികളുണ്ട്, അങ്ങ് എല്ലാ സമയവും അതിന് വേണ്ടിയിട്ട് രാത്രി പകലൊന്നും ഒരു ഒഴിവില്ലാണ്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുന്നത്. അതവർക്ക് മെൻ്റൽ ഡാമേജ് വരാനുള്ള കാരണമാകും. അങ്ങനെ ഉണ്ടാകാനും പാടില്ല. ഇടയ്ക്ക് റെസ്റ്റ് എടുക്കണം,
ഇടയ്ക്ക് അവരതിന് ഒരു സമയം മാറ്റി വെക്കണം, ഒരു സമാധാനത്തിലും സന്തോഷത്തിലിരിക്കാനുള്ള സമയം മാറ്റി വെക്കണം. എന്നാലാണ് ബാക്കിയുള്ള സമയത്ത് പഠിക്കുമ്പോൾ അത് തലയിൽ കയറുള്ളൂ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ അവരോട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചുരുങ്ങിയത് ഒരു 1-2 hours എങ്കിലും പഠിക്കാനുള്ള, ഒരു 3 hours എങ്കിലും പഠിക്കാനുള്ള സമയം എക്സാമിൻ്റെ ഈ സമയങ്ങളിൽ മാറ്റിവെച്ചേ മതിയാകൂ. അതിന് നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുകയും വേണം. നമ്മളിതൊക്കെ ചൊല്ലുന്നതോടുകൂടെ തന്നെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് പറയുന്നത്. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്നത് ചെയ്യാം. മാതാപിതാക്കളാകുന്ന നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ആദ്യം പറയുന്നത്. മക്കളുടെ എക്സാമിൽ നല്ല വിജയം ലഭിക്കാൻ വേണ്ടിയിട്ട് ഒരു സൂറത്തുൽ ഫത്ഹ് എക്സാമിൻ്റെ ദിവസങ്ങളിൽ പാരായണം ചെയ്യുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക. സൂറത്തുൽ ഫത്ഹ് എന്ന് പറയുന്നത് വിജയത്തിൻ്റെ സൂറത്താണ്, സക്സസിൻ്റെ സൂറത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഏത് എക്സാം ആണെങ്കിലും ആ എക്സാമിൽ വിജയം ലഭിക്കണമെന്ന നിയ്യത്തോടു കൂടെ സൂറത്തുൽ ഫത്ഹ് പാരായണം ചെയ്യുക. അത് സുബഹയ്ക്ക് ശേഷമായാൽ വളരെ നല്ലത്. എന്നാൽ മക്കളോട് നമുക്ക് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതാണ്. എക്സാം പീരീഡുകളിൽ, എക്സാമിൻ്റെ സമയങ്ങളിൽ അവരോട് അലം നശ്റഹ് എന്ന് പറയുന്ന സൂറത്തുണ്ട്, ആ സൂറത്ത് അവരോട് പാരായണം ചെയ്യാൻ വേണ്ടി പറയുക. അലം നശ്റഹ് ലക സദറക് എന്ന് പറയുന്ന സൂറത്ത്. അത് എപ്പോഴാണ് ചൊല്ലേണ്ടത്? അവരുടെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷം അത് ഓതിയിട്ട് നെഞ്ചിലേക്ക് ഊതാൻ വേണ്ടി പറയുക. അത് അവരുടെ ഹൃദയത്തിൽ അവർ പഠിച്ചതൊക്കെ പെട്ടെന്ന് ഓർമ്മയിൽ വരാൻ കാരണമാകുന്നുള്ളതാണ്. നമ്മൾ ചെയ്യേണ്ടത് പറഞ്ഞു, മക്കൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു തന്നു അല്ലേ. ഇനി അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, മക്കളോട് ചൊല്ലാൻ വേണ്ടി പറയാൻ പറ്റുന്നതാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന ഇസ്മ. യാ ഫത്താഹ് യാ അല്ലാഹ്, യാ ഫത്താഹ് യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ അവരോട് ചൊല്ലാൻ വേണ്ടി പറയുക. അവർക്ക് എത്രയും തവണ അത് ചൊല്ലാം. ഒരു 92 എന്ന് പറയുന്നൊരു സംഖ്യ ഉണ്ട്, അതിന് വേറെ ചില സ്പെഷ്യാലിറ്റി ഉണ്ട്, ഞാൻ അതിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. ഈ ഒരു എണ്ണം അവരോട് എക്സാമിൻ്റെ സമയങ്ങളിലൊക്കെ ചൊല്ലാൻ വേണ്ടി പറയുക. എക്സാമിൻ്റെ സമയം പരീക്ഷ എഴുതുന്ന സമയത്ത് ചൊല്ലാനല്ല, ആ ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും പരീക്ഷയ്ക്ക് പോകുന്ന, എക്സാമിന് പോകുന്നതിൻ്റെ ശേഷമൊക്കെ ആയിട്ട് ചൊല്ലാൻ വേണ്ടി പറയുക. അത് അള്ളാഹുവിനോട് നമ്മുടെ എക്സാമിൽ നമ്മുടെ എല്ലാ ആൻസറുകളും നമുക്ക് തുറന്നു തരാൻ വേണ്ടി അള്ളാഹുവിനോട് പറയുന്നൊരു ഇസ്മാണ്. അപ്പോൾ നല്ല റിസൾട്ട് അത് കാരണമായിട്ട് ലഭിക്കും. പഠിച്ചതൊക്കെ അള്ളാഹുവിൻ്റെ ഹൃദയത്തിലേക്ക് ഓർമ്മിപ്പിച്ചു കൊടുക്കാൻ കാരണമാകുന്നൊരു ഇസ്മാണ് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. മാതാപിതാക്കൾക്ക് അതേ സമയത്ത് ചൊല്ലാൻ പറ്റുന്ന ഇസ്മാണ് യാ അലീമു യാ അല്ലാഹ് എന്നുള്ളത്. യാ അലീമു യാ അല്ലാഹ് എന്നുള്ളത് ആരാണോ ചൊല്ലുന്നത് അവരുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇൽമു പഠിക്കാനുള്ള പ്രയാസത്തെക്കുറിച്ച് ഈ പരാതി പറഞ്ഞപ്പോൾ ഒരു വലിയ മഹാൻ പറഞ്ഞു കൊടുത്തൊരു ഇസ്മും കൂടെയാണ് യാ അലീമു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ ചൊല്ലാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി ചൊല്ലിയാൽ അള്ളാഹുവിൽ നിന്നുള്ള സവിശേഷമായിട്ടുള്ള ഒരറിവ്, ഒരു ജ്ഞാനം അവന് ലഭിക്കുകയും നല്ല ഓർമ്മശക്തി ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ആർക്കെങ്കിലും സവിശേഷമായ അറിവ് അവർക്കോ അവരുടെ കുടുംബങ്ങളിലുള്ളവർക്കോ അവരുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഇസ്മ അവർക്ക് ചൊല്ലാവുന്നതാണ്. നല്ല ഫലം ലഭിക്കുന്ന ഇസ്മാണ് യാ അലീം എന്ന് പറയുന്ന ഇസ്മ. സ്ഥിരമായിട്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ പറ്റുന്ന ചില ഇസ്മുകളും ചില സൂറത്തുകളൊക്കെയുണ്ട്. എക്സാമിൻ്റെ സമയത്ത് നമ്മുടെ മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അവരോട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ട് ഇറങ്ങാൻ വേണ്ടി പറയാം. അത് നേരത്തെ നമ്മൾ സക്സസിൻ്റെ സൂറത്തിനെ കുറിച്ച് പറഞ്ഞു, സൂറത്തുൽ ഫത്ഹ് അല്ലേ. സക്സസിൻ്റെ ഇസ്മിനെ കുറിച്ച് പറഞ്ഞു, അതാണ് യാ ഫത്താഹു യാ അല്ലാഹ് എന്ന് പറയുന്ന ഇസ്മ. ഇനി സക്സസിൻ്റെ സ്വലാത്താണ് സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറയുന്നത്. വിജയത്തിൻ്റെ സ്വലാത്താണ്. വിജയിക്കാനുള്ള എല്ലാ എലമെൻസും ആ സ്വലാത്ത് ചൊല്ലുന്നതിലൂടെ ലഭിക്കും. അതുകൊണ്ട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാവുന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ വൽ ഖാതിമി ലിമാ സബഖ നാസിറിൽ ഹഖി ബിൽ ഹഖി വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വ മിഖ്ദാരിഹിൽ അളീം. വളരെ പവിത്രമേറിയ സ്വലാത്താണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്തിയാൽ നല്ല റിസൾട്ട് ലഭിക്കുന്നൊരു സ്വലാത്തും കൂടെയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനും അത് ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. മക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വലാത്തുൽ ഫാത്തിഹ ഒരു തവണ ചൊല്ലിയിട്ട് ഇറങ്ങാൻ വേണ്ടി പറയുക. 1-2 മിനിറ്റ് മാത്രമേ അതിന് സമയം ആവശ്യം വരുള്ളൂ. എന്നാൽ അതുകൊണ്ട് ലഭിക്കുന്നത് വലിയ ഗുണമാണ്. അവരുടെ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലി വാങ്ങിക്കാൻ വേണ്ടി പറയുക. അത് വാങ്ങിച്ച് അവിടെ ഇരുന്ന് എഴുതുന്ന സമയത്ത് ബിസ്മി ചൊല്ലി എഴുതാൻ വേണ്ടി പറയുക. ബിസ്മി എഴുതി തുടങ്ങാനല്ല പറയേണ്ടത്, മനസ്സിലായല്ലോ. ബിസ്മി എഴുതി തുടങ്ങാൻ വേണ്ടി പറയുക. ഞാൻ കഴിഞ്ഞ വർഷം അത് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് വാട്സപ്പിൽ ചോദിച്ചിരുന്നു, ഉസ്താദ് ബിസ്മി എഴുതി കഴിഞ്ഞാൽ ഒരു മാർക്ക് ലിസ്റ്റ് സ്വീകരിക്കുമോ?
ബിസ്മി എഴുതി തുടങ്ങാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിന്. അത് ഇൻവാലിഡ് ആവില്ലെന്ന് ചോദിച്ചിരുന്നു. ആരാ ബിസ്മി എഴുതാൻ പറഞ്ഞത്? ബിസ്മി ചൊല്ലിയിട്ട് എക്സാം തുടങ്ങാനാണ് പറഞ്ഞത്. അതിൽ വലിയ ബറക്കത്തുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞല്ലേ, ബിസ്മി ചൊല്ലി തുടങ്ങുന്ന എല്ലാ കാര്യത്തിലും വലിയ ബറക്കത്തുണ്ട്. ബിസ്മി ചൊല്ലി തുടങ്ങുക, നല്ല ശാന്തിയോടുകൂടെ സമാധാനത്തോടുകൂടെ പോവുക. മക്കളിലേക്ക് ഇങ്ങനെ പ്രഷർ കയറ്റാൻ പാടില്ല. ഇങ്ങനെ പഠിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രഷർ ഉണ്ടല്ലോ, ഉണ്ടാക്കാൻ പാടില്ല. അവർ സ്വസ്ഥമായിട്ട് പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക. ആ പഠിക്കുന്നത് ചിലപ്പോൾ പഠിച്ചോളണമെന്നില്ല, മെമ്മറിയിൽ കയറിക്കോളണമെന്നില്ല. നേരെ മറിച്ച് നമ്മളിങ്ങനൊരു അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുക. അവരത് പഠിക്കും വേണം, പഠിക്കാതിരിക്കുമ്പോൾ അതിനുള്ള ശാസനകൾ കൊടുക്കണം. പക്ഷേ അതൊക്കെ ഒരു ഫോഴ്സ്ഫുള്ളി ആയി കഴിഞ്ഞാൽ എല്ലാം അത് വിപരീത ഫലമാണ് സൃഷ്ടിക്കുക. കുട്ടികളുടെ സൈക്കോളജി കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ആപ്റ്റായിട്ടുള്ള ഓരോ അഡ്വൈസസാണ് ഓരോ ടൈം ടു ടൈം നമ്മൾ കൊടുക്കേണ്ടത്. നന്നായിട്ട് ഫലം ചെയ്യുക. അതിൽ നമ്മളൊക്കെ ഇത് പലപ്പോഴും പയറ്റി നമ്മുടെ സ്റ്റുഡൻസിലേക്കൊക്കെ നമ്മളെപ്പോഴും ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് നമുക്ക് സക്സസ് ആയ ചില റൂട്ടുകളാണ് പറയുന്നത്. എല്ലാം പഠിച്ച് എല്ലാ പോർഷൻസും കവർ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ അവർക്കിപ്പോൾ 10th പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ പ്രോബ്ലംസൊക്കെ വരുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതെന്താണെന്നൊരു പിടുത്തം ഉണ്ടാവില്ല. ഇപ്പോൾ കെമിസ്ട്രി, ഫിസിക്സ്, മാത്തമാറ്റിക്സ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ ഇതൊക്കെ ഇങ്ങനെ പഠിച്ചു വെച്ചു, എല്ലാ ഏരിയകളും ഇങ്ങനെ ജസ്റ്റ് പഠിച്ചു വെച്ചു. അവർക്കൊരു കോൺഫിഡൻറ്റ് കിട്ടാൻ കാരണമാകുന്നൊരു ചെറിയ ടിപ്പും കൂടിയാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ആൻസർ ചെയ്യിപ്പിക്കുക. ഓക്കെ, അതിനെന്തെങ്കിലും ഒരു സമ്മാനമൊക്കെ കൊടുക്കുക നമ്മൾ ആൻസർ ചെയ്യിപ്പിച്ചിട്ട്. ഇനി ഇതിൽ 50% മാർക്ക് വാങ്ങിച്ചാൽ എനിക്കത് തരാമെന്ന്. അതുകൊണ്ട് നല്ല ഫലമുണ്ട് കേട്ടോ. ഞാനത് ഓരോ വർഷവും പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയൊരു കാര്യം കൂടിയാണത്. അഥവാ നമ്മൾ അവർക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാൻ കൊടുക്കുന്നു. ഞാൻ നേരിട്ട് അനുഭവിച്ചതാണ്. ഇവരെ എക്സാം ചെയ്ത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് എക്സാം കഴിഞ്ഞ് വന്ന് അവർ പറയും, ഉസ്താദ് ഇന്നലെ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്തില്ലേ, അതിലുള്ള അതേ ചോദ്യം വന്നു, എനിക്കത് ശരിക്കും എഴുതാൻ പറ്റിയെന്നുള്ളത്. അപ്പോൾ അവർക്ക് അതേപോലെ എഴുതാൻ പറ്റിയത് എക്സാമിൽ ഏകദേശം ഒരു 5-6 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ടാകും. അപ്പോൾ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ഇടയ്ക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് എക്സാം സെൻറ്ററിൽ എക്സാം ഹാളിൽ ഇരുന്ന് എഴുതാൻ വളരെ ഈസി ആയിരിക്കും. അങ്ങനെ ഞാൻ നേരിട്ട് എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് കേട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇത് ലാസ്റ്റ് ടൈം ചെയ്യേണ്ടതാണ് കേട്ടോ. നമ്മളെല്ലാ ചാപ്റ്ററും കവർ ചെയ്ത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഷുവർ ക്വസ്റ്റ്യൻസൊക്കെ പഠിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരോട് അവസാന വട്ടം എന്ന രൂപത്തിലൊന്ന് എക്സാം ചെയ്ത് നോക്കുക. അങ്ങനെ എക്സാം ചെയ്ത് നോക്കുമ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കഴിഞ്ഞ വർഷവും ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി എക്സാം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു റിപ്പോർട്ട് അതേപോലെ വേണമെങ്കിൽ പറയാം. അവർക്കത് നല്ല കോൺഫിഡൻറ്റ് കിട്ടാൻ കാരണമാകും എന്നുള്ളതാണ്. നല്ല മോട്ടിവേഷൻ കൊടുക്കുക, പേടിക്കേണ്ട ആവശ്യമില്ല. ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ടൈം മാനേജ്, ആകെ 2.5 മണിക്കൂർ ചിലപ്പോൾ എക്സാമിന് ചില വിഷയങ്ങൾക്ക് സമയം ഉണ്ടാവുക. ഒരു 30 ക്വസ്റ്റ്യൻ ഉണ്ടാകും, 28 ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഈ ക്വസ്റ്റ്യൻസൊക്കെ ആൻസർ ചെയ്യേണ്ടത് അത് ഞാൻ ഈ പറഞ്ഞ റൂട്ടിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇവരതെല്ലാം പഠിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, പഠിച്ചു കഴിഞ്ഞ് അത് ഈ 2.5 മണിക്കൂറിനുള്ളിൽ ആൻസർ ചെയ്ത് കഴിയാനുള്ള ഒരു ടൈം അവർ അതിനോട് ഇങ്ങനെ അഡാപ്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? ഇതേപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ 2.5 മണിക്കൂർ കൊണ്ട് അവർക്കിത് എഴുതാൻ പറ്റുമോ ഇല്ല എന്നുള്ള ഒരു അതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ അവർക്കൊരു പരിചയം വരും. ചില കുട്ടികളൊക്കെ പറയലുണ്ട്, എനിക്കെല്ലാം ആൻസർ അറിയായിരുന്നു പക്ഷേ എഴുതാൻ പറ്റിയില്ല, സമയം ഉണ്ടായില്ല. ആ കുട്ടിക്ക് എഴുതാനുള്ള എല്ലാ സമയവും ഉണ്ട് 2.5 മണിക്കൂറിൽ. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ കുറേ സമയം എടുത്തിട്ടുണ്ടാകും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് കൃത്യമായി പഠിപ്പിക്കുക. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട്. ഈ പറഞ്ഞ ആത്മീയമായ വഴികളൊക്കെ മനസ്സിലാക്കിയിട്ട് ആ മക്കളെ നല്ല രൂപത്തിലേക്ക് കൊണ്ടുവരിക. അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ നല്ല വിജയം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.